അസ്സലാമലൈക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു സ്ത്രീക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ സ്ത്രീയിൽ കാണിക്കുന്ന 7 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. ബാക്കി ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ ശ്രമിക്കണം. ഒന്നാമത്തെ ലക്ഷണം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും ഉള്ളിൽ എന്തോ ഒരു സമാധാനം, ശാന്തതയും ഉള്ളതുപോലെ എപ്പോഴും തോന്നും. ഈ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഏൽക്കില്ല എന്ന തോന്നലും പടച്ചവൻ ഇതെല്ലാം നോക്കിക്കോളും എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടോ? ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും, എന്ത് പ്രതിസന്ധി ഉണ്ടായാൽ പോലും ഞാൻ എന്തിനു ഭയക്കണം, എൻ്റെ റബ്ബ് ഉള്ളിടത്തോളം കാലം എനിക്ക് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, എൻ്റെ റബ്ബ് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്ന തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ മനസ്സ് പാകപ്പെടുത്തിയതിന് അർത്ഥമാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ കൈവിടില്ല എന്നതിൻ്റെ അർത്ഥമാണ്. എത്ര പ്രശ്നം വന്നാലും നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് അള്ളാഹു നിങ്ങൾക്ക് തന്ന നിഅമത്താണ്. രണ്ടാമത്തെ കാര്യം, പടച്ചവനുമായി ഒരുപാട് അടുക്കാൻ ശ്രമിക്കും. നിസ്കാരങ്ങളിലാകട്ടെ, ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടാകട്ടെ, ഇബാദത്തുകളിൽ താല്പര്യം വർദ്ധിക്കുന്നതായി തോന്നും. അതുപോലെ തന്നെ ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത് എല്ലാം സന്തോഷത്തോടെ ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രാർത്ഥനകൾ ഒരുപാട് നടത്തുന്നത് പോലെയും മറന്നുവെച്ച ആത്മീയത വർദ്ധിക്കുന്നതായി തോന്നുന്നതും ഈമാൻ വർദ്ധിക്കുന്നതായി തോന്നുകയും ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല എത്ര കാരുണ്യവാനാണ്. അവൻ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കത്തതേയുള്ളൂ. മൂന്നാമത്തെ കാര്യം, നിങ്ങളിൽ കുറച്ച് കഠിനമായി തോന്നുന്നുവെങ്കിലും അത് നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം തരാൻ വേണ്ടിയാണ്. ഒരുപാട് പരീക്ഷണങ്ങളും വെല്ലുവിളികളും തന്നാലും ഒരുപാട് ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം തരാൻ വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ക്ഷമയോടെ പരീക്ഷണങ്ങൾ തളരാതെ മുന്നോട്ട് പോവുക. നാലാമത്തെ കാര്യം എന്തെന്നാൽ, നിങ്ങൾക്ക് ഈ ലോകത്തോടുള്ള കാഴ്ചപ്പാട് മാറുന്നതാണ്. മറിച്ച് എല്ലാത്തിനോടും ഒരു സ്നേഹവും എല്ലാ കാര്യത്തിനോടും ഒരു കരുതലും തോന്നുന്നതാണ്. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് അള്ളാഹുമായി കൂടുതൽ അടുക്കാൻ സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ കാര്യം എന്തെന്നാൽ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദിയുള്ളവരാകുന്നു. ചെറിയ ഒരു സഹായം പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി എപ്പോഴും പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള സ്ത്രീകളും ഭാഗ്യം ചെയ്തവരാണ്. ആറാമത്തെ കാര്യം എന്തെന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചിലരെ എടുത്തു മാറ്റുന്നു. ഇവരെ മാറ്റുന്നതിലൂടെ നിങ്ങൾക്ക് വിഷമം ആകുമെങ്കിലും നിങ്ങളുടെ റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിൻ്റെ തെളിവാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുന്നവരെ അള്ളാഹു മാറ്റുന്നതാണ്. നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നവരെ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതാണ്. അത് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, നിങ്ങളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. ഏഴാമത്തെ കാര്യം എന്തെന്നാൽ, നിങ്ങൾക്ക് നന്മ ചെയ്യാൻ തോന്നുന്നു എന്നതാണ്. മറ്റൊരാൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവരോട് അലിവ് കാണിക്കുക, അവർക്ക് നന്മ വരാൻ ആഗ്രഹിക്കുകയും മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും അല്ലാഹുവേ അത് അവർക്ക് കൊടുത്തല്ലേ എന്ന് പറയുകയും ചെയ്യുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗ്യമുണ്ടെന്ന് എന്നതിന് തെളിവാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.